ഹായ് ഗൈസ്, സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഒരു കോഡ് എഡിറ്ററിനെ കുറിച്ചുള്ള ഒരു ഐഡിയ ആണ് ഞാൻ തരാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മൾ എന്തായാലും ജാവാസ്ക്രിപ്റ്റ് പഠിക്കുമ്പോൾ കോഡ് എഴുതാനായിട്ട് നമ്മളൊരു ടൂൾ യൂസ് ചെയ്യും കോഡ് എഡിറ്ററിന്. ഓക്കെ, സോ അതിന് ഞാൻ യൂസ് ചെയ്യുന്നതാണ് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്ന് പറഞ്ഞിട്ട് VS കോഡ് എന്ന് പറയും. ഓക്കെ, സോ അവിടെ അതിൽ നമുക്ക് എന്താ പറയുക നല്ല ഫീച്ചേഴ്സ് ഉണ്ട് ആ കോഡ് എഡിറ്ററിൽ യൂസ് ചെയ്യാനായിട്ട്. ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യുക വിഷ്വൽ സ്റ്റുഡിയോ കോഡാണ് യൂസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഞാൻ ഈവൻ റിയാക്റ്റോ എന്തെങ്കിലും ഫ്രെയിംവർക്ക് ജാവാസ്ക്രിപ്റ്റ് ഫ്രെയിംവർക്ക് യൂസ് ചെയ്യുമ്പോഴോ ഇല്ല ടിപ്പിക്കൽ ജാവാസ്ക്രിപ്റ്റ് പഠിക്കാനായിട്ടും ഈ ടൂൾ ബെസ്റ്റാണ്. ഓക്കെ, ഇതിൽ പിന്നെ കുറേ എക്സ്റ്റൻഷൻസും കോൺഫിഗറേഷനൊക്കെ ഓൾറെഡി ഇൻബിൽറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ടൂളിൽ. സോ ഭയങ്കര യൂസ്ഫുൾ ആണ് അത് യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, സോ നമ്മൾ എഴുതുന്ന കോഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം, നമുക്കൊരു ബ്രൗസർ ചെക്ക് ചെയ്യണം. നമ്മൾ എഴുതുന്ന HTML കോഡും ജാവാസ്ക്രിപ്റ്റും വർക്ക് ചെയ്യണ്ടോ ഇല്ലയോ എന്നറിയാണ്ട് നമ്മൾ ബ്രൗസറിൽ ചെക്ക് ചെയ്യും മോസ്റ്റ്ലി. സോ ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ബ്രൗസർ വേണം. ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യുക അതും ഗൂഗിൾ ക്രോമിനാണ് പ്രിഫർ ചെയ്യുക. എന്നിട്ട് ഗൂഗിൾ ക്രോമിൻ്റെ അതിലെന്ന് വെച്ചാൽ അതിൽ ഡെവലപ്പർ ടൂൾസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഗോ ത്രൂ ചെയ്തുതരാം ഡെവലപ്പർ ടൂൾസ് എന്താണെന്നൊക്കെയുള്ളതാണെങ്കിൽ. അത് ഒരു ഐഡിയ കിട്ടും ലേറ്റർ ഓൺ നിങ്ങൾക്ക് എന്താണ് ഡെവലപ്പർ ടൂൾ എന്നുള്ളതൊക്കെ. ഓക്കെ, സോ പിന്നെ നിങ്ങൾ പോകെ ലൈക്ക് നമ്മൾ കോഡൊക്കെ എഴുതിയിട്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇഷ്യൂസൊക്കെ വരുമ്പോൾ ഡെവലപ്പ് ടൂൾ വെച്ചിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക, ഡീബഗ് ചെയ്യുക ഇഷ്യൂസ്. അത് ലേറ്റർ ഓണാണ്, അപ്പോൾ കൂടുതൽ ഹെൽപ്ഫുൾ ആവും. ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വയ്ക്കും ഡെവലപ്പർ ടൂൾസ് എന്താണെന്നൊക്കെ. പക്ഷെ അത് അറിഞ്ഞില്ലെങ്കിലും മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല, ലേറ്റർ ഓൺ നമ്മുടെ വീഡിയോസിൽ ഇൻ ഡെപ്ത് ആയിട്ട് ആക്ച്വലി എല്ലാം പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ VS കോഡാണ്. സോ നിങ്ങൾ VS കോഡ് ഇൻസ്റ്റാൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഇപ്പോൾ ഗൂഗിൾ ക്രോമിൽ സെർച്ച് ചെയ്തിട്ട് VS കോഡ് ഡൗൺലോഡ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൻ്റെ ലിങ്ക് വരും. ഇത് ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ കറസ്പോണ്ടിങ് ഏതാണോ, വിൻഡോസ് ആണോ ലിനക്സ് ആണോ മാക് ആണോ എന്ന് വെച്ചാൽ കറസ്പോണ്ടിങ്ങിൽ അത് ഡൗൺലോഡ് ചെയ്യുക. നോർമൽ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഭയങ്കര ഈസിയാണ് സാധനം ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. ആ നെക്സ്റ്റ് അടിച്ചിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് വിടാം. ഓക്കെ, സോ ഇതിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നമുക്കിനി ഇത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, എൻ്റെ ഓൾറെഡി ഓപ്പൺ ആണ്. ഞാനൊരു ന്യൂ വിൻഡോയിൽ ഓപ്പൺ ചെയ്യാം. ഓക്കെ, സോ ഇങ്ങനെ വരുന്നുണ്ടാവും ആക്ച്വലി നിങ്ങളുടെ കേസിൽ. അപ്പോൾ നിങ്ങളുടെ VS കോഡ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കറൻ്റ്. ഇനി ഇതിൽ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ബ്ലാക്ക് കളർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫയൽ അതിൽ പ്രിഫറൻസിൽ തീംസ് കളർ തീം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് വരും. ഇപ്പോൾ ഇങ്ങനെ അപ്പാരോ ഞെക്കി കഴിഞ്ഞാൽ മതി, നിങ്ങൾക്ക് എന്താണ് കണ്ടോ കളർ മാറുന്നത്. സോ അങ്ങനത്തെ ഓപ്ഷൻസൊക്കെ വരും. ഓക്കെ, അപ്പം ഞാൻ കറസ്പോണ്ടിങ്ങിൽ യൂസ് ചെയ്യുന്ന എക്സിസ്റ്റിംഗ് ആണ്. എനിക്ക് ഡാർക്ക് ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ കൊടുത്തു. നിങ്ങൾക്ക് കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഓക്കെ ചേഞ്ച് ചെയ്യാം. അതൊരു അപ്പാരോ ഞെക്കിയിട്ട് ചേഞ്ച് ചെയ്താൽ അപ്പാരോ ഡൗൺ ആരോ ഞെക്കിയിട്ട് ചേഞ്ച് ചെയ്താൽ മതി. ഓക്കെ, ഇനി എന്ന് വെച്ചാൽ നമ്മൾക്കൊരു പ്രൊജക്റ്റ് എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്ന് നോക്കാം. ഞാൻ ഓൾറെഡി നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു, സെക്കൻഡ് വീഡിയോയിലെന്ന് തോന്നുന്നു, ജസ്റ്റ് ഒരു പ്രൊജക്റ്റ് നമ്മൾ കാണിച്ചിരുന്നു ചുമ്മാ. സോ ചുമ്മാ അത് ഓപ്പൺ ചെയ്ത് നോക്കാം. അത് ഈ ഓപ്പൺ ഫോൾഡർ കൊടുക്കുക, ഫയലിൽ ഓപ്പൺ ഫോൾഡർ കൊടുത്തിട്ട് ആ പാത്തിൽ പോയിട്ട് സെലക്ട് ഫോൾഡർ എന്ന് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ കൊടുത്ത ഫയൽ ഇത് ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട് ഇതിൽ. ഓക്കെ, ഇത് നമ്മുടെ ഫസ്റ്റ് പ്രൊജക്റ്റാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് ഇതിൽ. ഓക്കെ, ഇനി ഇതിൽ കുറച്ച് പ്ലഗിൻസും ടൂൾസൊക്കെ ഉണ്ട്. ഈ എക്സ്റ്റൻഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്ലഗിനും ടൂൾസൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെറ്റീരിയൽ, മെറ്റീരിയൽ ഐക്കൺ തീം എന്നുണ്ട്. ഒരു ഐക്കൺസിനൊക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇതാണ് ആക്ച്വലി. സോ ഇത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് വയ്ക്കാം. ഓക്കെ, നമ്മൾക്ക് നമ്മുടെ കോഡൊക്കെ എഴുതുമ്പോൾ ഐക്കൺസിൻ്റെ ഒക്കെ ആവശ്യം വരുന്ന ടൈമിൽ നമ്മളത് യൂസ് ചെയ്യും ആക്ച്വലി. സോ അതിനോട് ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുന്നത്. ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ മറ്റേ പ്രിറ്റിയർ എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്, ലൈബ്രറി ഉണ്ട്, ഒരു പ്ലഗിൻ ഉണ്ട് സോ ആ പ്ലഗിൻ ഓൾറെഡി എൻ്റെ ഇൻസ്റ്റാൾഡ് ആണ്. ഇത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇത് പ്രിറ്റിയർ എന്തിനാണെന്ന് വെച്ചാൽ കോഡൊക്കെ ഒന്ന് ഫോർമാറ്റ് ചെയ്യാനാണ്. ഇപ്പോൾ നമ്മൾ എഴുതിയ കോഡൊക്കെ
നമ്മൾ ഈ ജെ എസ് കോഡ് ഇപ്പോൾ പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ കണ്ടോ ഇതൊക്കെ ഇത് വാലിഡ് ജാവാസ്ക്രിപ്റ്റ്, അതിൽ എററൊന്നും ഇല്ല. ഞാൻ ഒറ്റ ലൈനിൽ എഴുതി, അപ്പോൾ വായിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനിവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോർമാറ്റ് ഡോക്യുമെൻറ്റ് വിത്ത് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് പ്രെറ്റിയർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പ്രെറ്റിയർ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോർമാറ്റ് ചെയ്ത് തരും. ഓക്കെ, സോ അതൊക്കെ ബെറ്ററാണ്. പ്രെറ്റിയർ ആക്ച്വലി കോഡ് കുറേ ലൈൻസ് ഓഫ് കോഡ് ഉണ്ട്, ഫോർമാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ അത് ഭയങ്കര ബെറ്ററാണ്. ഇത് പിന്നെ കുറേ ഷോർട്ട് കട്ട്സ് ഒക്കെ ഉണ്ട് നിങ്ങൾക്ക്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കണം, ഷോർട്ട് കട്ട്സ് നോക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ പ്രിഫറൻസ് പോവുക. പ്രിഫറൻസിൽ കീബോർഡ് ഷോർട്ട് കട്ട്സ് പോയി കഴിഞ്ഞാൽ ലിസ്റ്റ് ഓഫ് ഷോർട്ട് കട്ട്സ് ഉണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് എനിക്കും ഫുൾ അറിയില്ല, കുറച്ചേ അറിയുള്ളൂ. ആവശ്യമുള്ളത് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അതല്ല, നിങ്ങൾക്കിത് ഗോത്രൂ ചെയ്യണമെങ്കിൽ ഒരു ഒഫീഷ്യൽ ഡോക്യുമെൻ്റ് ഒക്കെ ഉണ്ട്, സൈറ്റ് ഉണ്ട് വിഷ്വൽ സ്റ്റുഡിയോൻ്റെ, വേണമെങ്കിൽ നിങ്ങൾക്ക് ഗോത്രൂ ചെയ്യാം. അതല്ല ഷോർട്ട് കട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കാം. ഓക്കെ, ഇനി ഞാനെന്ന് വെച്ചാൽ നമ്മുടെ ഈ ബ്രൗസറിൽ ഇത് ഓപ്പൺ ചെയ്യാണ്. നമ്മുടെ index.html ഉണ്ടല്ലോ പ്രൊജക്റ്റിൻ്റെ. സോ ഓപ്പൺ വിത്ത് ഞാൻ ഗൂഗിൾ ക്രോമിൽ ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ഇതിൽ ഇങ്ങനെ വന്നിരുന്നു ഒന്ന്. സോ ഇതിൽ ഡെവലപ്പർ ടൂൾസിൻ്റെ ഒരു ഐഡിയ തരാനാണ്. റൈറ്റ് ബട്ടൺ അടിച്ച് ഇൻസ്പെക്റ്റ് അടിക്കുക. ഇതിൽ ഈ വെബ് പേജ് ഓപ്പൺ ചെയ്ത ശേഷം ഇൻസ്പെക്റ്റ് അടിച്ച് കഴിഞ്ഞാൽ, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇൻസ്പെക്റ്റ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എലമെൻറ്റ്സ്, കൺസോൾ, ഇങ്ങനത്തെ കുറച്ച് ടാബ്സ് കാണാൻ പറ്റും. ഓക്കെ, സോ ഇതിൽ ഫുള്ള് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, ഞാൻ കുറച്ച് ഓടിച്ച് പറഞ്ഞുതരാം. എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ HTML വരുന്ന HTML ഫുൾ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എലമെൻറ്റ്സ് യൂസ് ചെയ്യുന്നത്. ഇത് അത്യാവശ്യമുള്ളത് മാത്രമേ ഞാൻ ഓടിച്ച് പറഞ്ഞു തരുന്നുള്ളൂ. സോ നമ്മൾ ഈ റെൻഡർ ചെയ്ത HTML കാണാൻ വേണ്ടിയിട്ട്, പിന്നെ അതിൻ്റെ കറസ്പോണ്ടിങ് CSS ഇവിടെ കാണാം. ഇപ്പോൾ ഈ എബൌട്ട് ദിസ് കോഴ്സ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫോണ്ട് സൈസ് ഇത്രയാണ് എന്നുള്ളതൊക്കെ നമ്മൾ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇതിന് എൻ്റെ HTML. സോ ഇതാണ് എലമെൻറ്റ്സ് ടാബ്. കൺസോൾ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നമ്മൾ കോഡിൽ ജാവാസ്ക്രിപ്റ്റിൽ ലോഗ്സ് ഒക്കെ എഴുതാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതൊക്കെ ഇവിടെ പ്രിൻറ്റ് ചെയ്യും. അല്ലെങ്കിൽ എറർ, ഡീബഗിങ് ടൈമിൽ എററൊക്കെ വരുമ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെക്ക് ചെയ്യാം. സോഴ്സ് നമ്മൾ എഴുതുന്ന ജാവാസ്ക്രിപ്റ്റ് ആണെന്ന് വെച്ചാൽ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് ഫയൽസൊക്കെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ app.js ഉണ്ട്, നമ്മളവിടെ നമ്മൾ എഴുതുന്ന ജാവാസ്ക്രിപ്റ്റൊക്കെ ഈ സോഴ്സസ് ഫോൾഡറിൽ കാണാൻ പറ്റും. നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മളൊരു API വിളിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് ബാക്കെൻഡിൽ നിന്നും എന്താ പറയുക, ഈ ഡാറ്റ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു API കോൾ വെച്ച് വിളിക്കും. അതൊക്കെ ലേറ്റർ ഓൺ ഞാൻ പറഞ്ഞുതരാം. API കോൾ എന്താണെന്നൊക്കെ ലേറ്റർ ഓൺ ഞാൻ പറഞ്ഞുതരും. ജസ്റ്റ് ഓടിച്ച് പറയണത്. അപ്പോൾ API കോൾ വെച്ച് വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ API കോളിൻ്റെ ഡാറ്റാസൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, പിന്നെ ആപ്ലിക്കേഷനിലെ മെമ്മറീസ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ലോക്കൽ സ്റ്റോറേജ്, സെഷൻ സ്റ്റോറേജ് ഒക്കെ എന്താണ് ഡാറ്റ ഉള്ളതെന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷനിൽ കാണാൻ പറ്റും. ലൈറ്റ് ഹൗസ് ബേസിക്കലി പെർഫോമൻസ് ടൂളാണ്, ഇവരുടെ തന്നെയുള്ളതാണ്. നമ്മുടെ ആപ്ലിക്കേഷൻ എത്ര ഫാസ്റ്റായിട്ട് ലോഡ് ചെയ്യേണ്ടതൊക്കെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് പെർഫോമൻസ് സെക്ഷനിൽ വരുമ്പോഴാണ് ലൈറ്റ് ഹൗസ് ചെക്ക് ചെയ്യുന്നത്. സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ റാപ്പപ്പ് ചെയ്യാണ്. ഇത് ചെറിയൊരു ഐഡിയ ആണ്. സോ കോഡ് എഡിറ്റർ നിങ്ങൾ മസ്റ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. അത് ഞാൻ പേഴ്സണലി VS കോഡ് തന്നെ പ്രിഫർ ചെയ്യുന്നു. നിങ്ങൾക്കും അത് ബെറ്റർ ആണെങ്കിൽ VS കോഡ് തന്നെ നിങ്ങളും ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും അത് ലേറ്റർ ഓൺ അത് ഈസി ആയിട്ടിരിക്കും. സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ റാപ്പപ്പ് ചെയ്യാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് എ ലോട്ട്, ബൈ.